ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റിൽ ആദ്യ വോള്യത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു നമ്മളവിടെ പഠിച്ചത്? ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്സ്, എന്താണ് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്, ഗാൽവാനിക് സെൽ എന്താണ്, ഒരു ടിപ്പിക്കൽ ഗാൽവാനിക് സെല്ലിനെ നമ്മൾ പരിചയപ്പെട്ടു, ഡാനിയൽ സെൽ, അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും നമ്മൾ പഠിച്ചു. ഗാൽവാനിക് സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാനിയൽ സെൽ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത്, അല്ലേ? അതായത് ഏതെങ്കിലും ഒരു മെറ്റൽ അതിൻ്റെ തന്നെ അയോണുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെക്കുമ്പോൾ ആ ഇലക്ട്രോഡും സൊല്യൂഷൻ തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് പഠിച്ചത്, അല്ലേ? അത് രണ്ട് തരത്തിലുണ്ടാകും എന്ന് നമ്മൾ കണ്ടു. ഒന്നുകിൽ ആ മെറ്റൽ റോഡിൽ നിന്ന് മെറ്റൽ ഇലക്ട്രോണെ ലൂസ് ചെയ്ത സൊല്യൂഷനിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ദാറ്റ് മീൻസ് ആ മെറ്റൽ എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പോൾ റോഡിന് നെഗറ്റീവ് പൊളാരിറ്റിയും സൊല്യൂഷനിലേക്ക് മെറ്റൽ അയോൺ പ്രവേശിക്കുമ്പോൾ അവിടെ മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കൂടുന്നതിൻ്റെ ഫലമായി അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും സൊല്യൂഷനിൽ. അപ്പോൾ അവ തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം, ഇലക്ട്രോഡും സൊല്യൂഷൻ തമ്മിൽ എന്തിൻ്റെ ഫലമായി? ഓക്സിഡേഷൻ്റെ ഫലമായി. അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പരിചയപ്പെട്ടത്. ഇനി വേറൊരു സാഹചര്യത്തിൽ ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ അയോണുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെക്കുമ്പോൾ ആ സൊല്യൂഷനിലിരിക്കുന്ന മെറ്റൽ അയോൺ റോഡിൽ വന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് ആ റോഡിൽ എന്ത് ചെയ്യുന്നു? പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ റോഡിലെ ഇലക്ട്രോണിനെയാണ് ആ മെറ്റൽ അയോൺ റിഡക്ഷന് വേണ്ടി സ്വീകരിച്ചത്. അപ്പോൾ മെറ്റൽ റോഡിന് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയും. അപ്പോൾ മെറ്റൽ റോഡ് ഈസ് ഗെറ്റിംഗ് എ പോസിറ്റീവ് പൊളാരിറ്റി. സൊല്യൂഷനിൽ എന്ത് സംഭവിക്കുന്നു? സൊല്യൂഷനിൽ മെറ്റൽ അയോൺ റോഡിലേക്ക് വന്ന് റെഡ്യൂസ് ചെയ്യല്ലേ? അപ്പോൾ മെറ്റൽ അയോണിൻ്റെ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ കുറയുന്നു. അപ്പോൾ നെഗറ്റീവ് അയോൺ അഥവാ ആണിയോണിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും സൊല്യൂഷനിൽ കൂടുതൽ. അപ്പോൾ സൊല്യൂഷന് ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ടാവുന്നു, റോഡിന് പോസിറ്റീവ് പൊളാരിറ്റിയും ഡെവലപ്പ് ചെയ്യും. അപ്പോഴും ഇലക്ട്രോഡും സൊല്യൂഷൻ തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം സംഭവിക്കുന്നു ബിക്കോസ് ഓഫ് റിഡക്ഷൻ. അതിനെ നമ്മൾ എന്ത് പറയുന്നു? റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പക്ഷേ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഇലക്ട്രോഡ് പൊട്ടൻഷ്യലായിട്ട് എടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ വാല്യൂ ആണെന്ന് നമുക്കറിയാം? റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണെന്ന് അറിയാം. അപ്പോൾ പിന്നെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ എളുപ്പമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്താ? രണ്ടും ന്യൂമറിക്കലി ദ സെയിം ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. ഇപ്പോൾ ഒരാൾക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള പ്രവണത വളരെ കുറവാണെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാനുള്ള പ്രവണത അത്രമാത്രം കൂടുതലായിരിക്കും. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. മെഷർമെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പം ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് യഥാർത്ഥ വാല്യൂ ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. That means there is no direct method to measure the absolute value of standard electrode potential. അഥവാ E0 വാല്യൂ നമുക്ക് യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാൻ യാതൊരു മാർഗവുമില്ല. കാരണം ഒരു ഹാഫ് സെല്ലിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ബിക്കോസ് എ ഹാഫ് സെൽ ബൈ ഇറ്റ് സെൽഫ് കനോട്ട് കോസ് മൂവ്മെൻറ്റ് ഓഫ് ചാർജസ്. ഒരു ഹാഫ് സെല്ലിന് സ്വന്തമായി ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ഡ്രോ ചെയ്യിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് വലിച്ച് എടുത്ത് അളക്കാൻ യാതൊരു മാർഗവുമില്ല. കാരണം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എറൈസസ് ഓൺലി വെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് അനദർ ഇലക്ട്രോഡ് ടു ഫോം എ സെൽ. ഇത് വേറൊരു ഹാഫ് സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കപ്പിൾ ചെയ്ത് സെല്ലാക്കി മാറ്റി ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ മാത്രമേ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഹാഫ് സെൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നേരിട്ട് നമുക്ക് അതുകൊണ്ട് മെഷർ ചെയ്യാൻ സാധ്യമല്ല. There is no direct method to measure the absolute value of the standard electrode potential E0. And therefore, the concerned electrode, that means ഏത് മെറ്റൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിനെ ആരെങ്കിലും ഒരാളെ റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് എടുത്തു വെച്ചിട്ട് അതുമായി താരതമ്യം ചെയ്ത് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു മെറ്റൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിനകത്തുണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ ഇതിന് സ്വയം മൂവ് ചെയ്യിക്കാനുള്ള കഴിവില്ല. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകണമെങ്കിൽ ഇത് വേറൊരു
ഹാഫ് സെല്ലുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്ത് എന്താക്കി മാറ്റണം? സെല്ലാക്കി മാറ്റണം. ഇതിനെ അകത്തൂടെ ഒരു സാൾട്ട് ബ്രിഡ്ജ് വഴിയും പുറത്തൂടെ ഒരു മെറ്റാലിക് വയർ പാസിംഗ് ത്രൂ ആൻ വോൾട്ട്മീറ്റർ അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ എന്താക്കുക? സെല്ലാക്കുക. അങ്ങനെ സെല്ലായി കഴിഞ്ഞാൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ വെച്ച് അളക്കാം. അപ്പോൾ ഇത്ര വോൾട്ടെന്ന് നമുക്ക് കിട്ടും. പക്ഷേ ആ കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ അഥവാ ഇ സെല്ലാണ്. അപ്പോൾ കിട്ടിയ വാല്യൂ എക്സ് എന്നിരിക്കട്ടെ, ആ എക്സ് വോൾട്ട് എന്ന് പറയുന്ന സെല്ലിൻ്റെ പൊട്ടൻഷ്യലാണ്. ആ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ഇലക്ട്രോഡുകൾ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ E0 സെല്ലായിട്ട് നമുക്ക് എക്സ് വോൾട്ട് കിട്ടിയെന്ന് വിരിക്കാം. അപ്പോൾ ഈ E0 സെൽ എന്ന് പറയുന്നത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യലും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഈ വോൾട്ട്മീറ്റർ റീഡിങ്ങിൽ കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൺസേൺ ഇലക്ട്രോഡ് ഫോർ എക്സാമ്പിൾ ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ കപ്പിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹാഫ് സെൽ ഉണ്ടല്ലോ, അത് കാഥോഡായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞാലല്ല ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഇതും ഒരു ഹാഫ് സെൽ അല്ലേ, അതിൻ്റെ പൊട്ടൻഷ്യൽ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മൾ പറഞ്ഞത്, ആരെങ്കിലും ഒരാളെ റെഫറൻസ് ആയിട്ട് എടുക്കുക. ആ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നേരിട്ട് അതും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ എന്തായിട്ട് അസ്യൂം ചെയ്യുക? 0 ആയിട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെ ഇതിനെ 0 ആയിട്ട് അസ്യൂം ചെയ്താൽ, ആ റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് അസ്യൂം ചെയ്താൽ നമുക്ക് കിട്ടുന്ന വോൾട്ട്മീറ്റർ റീഡിംഗ് ന്യൂമറിക്കലി സെയിം ആസ് ദ പൊട്ടൻഷ്യൽ ഓർ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി കൺസേൺ മെറ്റൽ റോഡ്. അപ്പോൾ ഇതേ നമുക്ക് മാർഗമുള്ളൂ. ഇതിനു വേണ്ടി നമ്മളൊരു റെഫറൻസ് ഇലക്ട്രോഡ് ഉപയോഗിക്കും. ആ റെഫറൻസ് ഇലക്ട്രോഡിനെ വിളിക്കുന്നവരാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓർ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പം എന്താണ് SHE ഓർ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? ഇറ്റ്സ് എ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്. എന്താണ്? ഇറ്റ്സ് എ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്. എന്തിനാ? യൂസ് ടു മെഷർ. എന്ത് മെഷർ ചെയ്യാൻ വേണ്ടി? യൂസ് ടു മെഷർ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ എലമെൻറ്റ്. ദാറ്റ് മീൻസ് E0 വാല്യൂ ഓഫ് ആൻ എലമെൻറ്റ്. E0 വാല്യൂ ഓഫ് ആൻ എലമെൻറ്റ്. ഏതെങ്കിലും ഒരു എലമെൻ്റ് E0 വാല്യൂ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡാണ് എന്ത്? SHE. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതും ഒരു ഹാഫ് സെല്ലാണ്. അപ്പം ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നേരിട്ട് അളക്കാൻ മാർഗ്ഗമില്ല. കാരണം ഇതിനും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് യഥാർത്ഥത്തിൽ, അതും അളക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ കാരണം ഇതൊരു ഹാഫ് സെൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഇതിൻ്റെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് അസ്യൂം ചെയ്യാനേ മാർഗ്ഗമുള്ളൂ. അങ്ങനെ 0 ആണെങ്കിൽ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഇത് വെച്ച് താരതമ്യം ചെയ്ത് പറയുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡാണെന്ത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് എ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് യൂസ്ഡ് ടു മെഷർ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എൻ എലമെൻറ്റ്. അപ്പോൾ നോക്ക്, മെഷർമെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദർ ഈസ് നോ ഡയറക്റ്റ് മെത്തേഡ് ടു മെഷർ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എൻ എലമെൻറ്റ് ഓർ an electrode because a half cell by itself cannot cause movement of charges and EMF arises only when it is combined or coupled with another electrode to form a cell. Therefore, the concerned electrode is coupled with a reference electrode, that is SHE, standard hydrogen electrode, to form a cell, and the EMF is measured by a potentiometer. Then what is standard hydrogen electrode? It's a primary reference electrode used to measure the standard electrode potential of an element. Its potential is assumed to be 0. A standard hydrogen electrode consists of X2 gas, hydrogen gas, at 1 bar pressure, bubbling through a solution of H plus ion concentration 1 mole per liter, in presence of a platinum foil coated with platinum black, and the platinum metal act as a conductor for electron.
കാരണം നമ്മളിവിടെ ഗ്യാസാണ് എടുത്തിരിക്കുന്നത്. യഥാർത്ഥ ഇലക്ട്രോഡ് ഹൈഡ്രജൻ ഗ്യാസാണ്. അപ്പോൾ ഇതിന് ഒരു കണ്ടക്റ്റിംഗ് പവർ ഇല്ല, ബിക്കോസ് ഇറ്റ്സ് എ ഗ്യാസ്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് വേണം. അതിനുവേണ്ടി ആണ് നമ്മളൊരു ഇനേർട്ട് മെറ്റലായ പ്ലാറ്റിനം ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് പ്ലാറ്റിനം മെറ്റൽ? പ്ലാറ്റിനം മെറ്റൽ ആക്ട് ആസ് എ കണ്ടക്ടർ ഫോർ ഇലക്ട്രോൺസ്. ഇനി ഇവിടെ ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലാറ്റിനം ഫോയിൽ. കാരണം എന്താ, ഇലക്ട്രോഡ് റിയാക്ഷൻ നടക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ഈ ഗ്യാസ് പറ്റിപ്പിടിച്ചിരുന്നിട്ട് അവിടെ ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ നടക്കണം, ഓക്സിഡേഷനോ അല്ലെങ്കിൽ റിഡക്ഷനോ. അപ്പോൾ ദ സർഫസ് ഓഫ് ദ പ്ലാറ്റിനം ഫോയിൽ ആക്ട് ആസ് എ സൈറ്റ് ഫോർ ഇലക്ട്രോഡ് റിയാക്ഷൻ. ഇലക്ട്രോഡ് റിയാക്ഷൻ്റെ ഒരു സൈറ്റായിട്ടാണ് ഈ പ്ലാറ്റിനം ഫോയിൽ ആക്ട് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? It's a primary reference electrode used to measure standard electrode potential of an element. What about its potential? It is assumed to be zero. നമ്മൾ സീറോ ആയിട്ട് എടുത്തിരിക്കുന്നു, വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് പാർട്ട് എന്താണ്? എ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് SHE, consists of hydrogen gas at 1 bar pressure, standard condition. Okay, bubbling through a solution of H plus ion concentration 1 molar. In presence of platinum foil coated with platinum black. The platinum metal acts as a conductor for electrons and the surface of the foil acts as a site for the electrode reaction. ഇനി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡായിട്ട് നമ്മൾ എടുത്തിട്ട് ഏത് എലമെൻ്റ് പൊട്ടൻഷ്യലാണോ കണ്ടുപിടിക്കേണ്ടത് അതുമായിട്ട് കൂട്ടിച്ചേർന്നൊരു സെല്ലാക്കി ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ നിന്ന് ആ കൺസേൺ മെറ്റൽ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കും. ഉദാഹരണത്തിന് സിങ്കിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ സിങ്ക് അതിൻ്റെ അയോണുള്ള സൊല്യൂഷനിൽ താഴ്ത്തി വെക്കുന്ന ഒരു സെറ്റപ്പ്, ദാറ്റ് മീൻസ് 1/2 സെൽ. ഓക്കെ, ഇത് ഒരു സെല്ലാക്കി മാറ്റാൻ നമ്മൾ എന്തും കൂടി ഉപയോഗിക്കും? SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 bar pressure and 298 Kelvin is bubbling through a solution of H plus ion concentration, അല്ലേ, H plus ion concentration 1 molar in contact with a platinum wire and a platinum foil coated with platinum black. അപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തു ബൈ an altimeter. അകത്തൂടെ ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് ഇൻറ്റേർണൽ കണക്ഷനും ചെയ്യുന്നു. അതിനകത്ത് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുത്തിരിക്കുന്നു. അങ്ങനെ സെൽ സർക്യൂട്ട് ഇപ്പോൾ എന്തായി? ക്ലോസ്ഡായി. അപ്പോൾ സെൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹൈഡ്രജനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സിങ്കിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലല്ലേ? ഇറ്റ്സ് റിയാക്റ്റീവ് മെറ്റലല്ലേ? അപ്പോൾ സിങ്കിലല്ലേ ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണത? ആരേക്കാൾ കൂടുതൽ? ഹൈഡ്രജനേക്കാൾ കൂടുതൽ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൺസേൺ മെറ്റൽ ഇലക്ട്രോഡ് അഥവാ സിങ്ക് ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്ന സിങ്കിൽ നിന്ന് എങ്ങോട്ട് വരും? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലേക്ക് വരും. അപ്പോൾ ഇവിടെ സിങ്ക് ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സിങ്ക് 2+ അയണായിട്ട് സൊല്യൂഷനിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ദ ഓക്സിഡേഷൻ ഹാഫ് സെൽ റിയാക്ഷൻ അറ്റ് ദി ആനോഡ്. ഹിയർ ഇറ്റ് ഈസ് ദ സിങ്ക് ഇലക്ട്രോഡ്. അപ്പോൾ ഇലക്ട്രോൺ എങ്ങോട്ട് വരുന്നു? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലേക്ക് വരുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലേക്ക് വരുമ്പോൾ ഈ സൊല്യൂഷനിൽ ആരുണ്ട്? H+ അയോൺ ഉണ്ട്. ഓക്കെ, ആ H+ അയോൺ ഇലക്ട്രോണെ സ്വീകരിക്കുന്നു. ഫോർ എക്സാമ്പിൾ 2 H+ അയോൺ ഈ വരുന്ന 2 ഇലക്ട്രോണെ സ്വീകരിക്കുന്നിരിക്കട്ടെ, ബാലൻസ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. അപ്പം 2 H ആറ്റമായി ആ H ആറ്റം എന്തായിട്ട് മാറി? H2 ഗ്യാസ് ആയിട്ട് മാറി. അപ്പോൾ ഇതല്ലേ ഇവിടുത്തെ റിഡക്ഷൻ. അപ്പോൾ ഇവിടെ SHE എന്തായിട്ട് ആക്ട് ചെയ്തു? SHE ആക്ട് ആസ് എ കാത്തോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്ട് ആസ് എ കാത്തോഡ്. കാരണം അതുമായിട്ട് നമ്മൾ കപ്പിൾ ചെയ്ത മെറ്റൽ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായതുകൊണ്ട് SHEക്ക് എന്തായിട്ട് ആക്ട് ചെയ്യേണ്ടി വന്നു? കാഥോഡായിട്ട് ആക്ട് ചെയ്യേണ്ടി വന്നു. നേരെ മറിച്ച് നമ്മൾ കോപ്പറിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടതെന്നിരിക്കട്ടെ. ഇതേപോലെ നമ്മൾ കോപ്പർ എടുത്തിട്ട് SHEയുമായിട്ട് കപ്പിൾ ചെയ്യും, ശരിയല്ലേ? അപ്പോൾ കോപ്പറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ കോപ്പർ ഈസ് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പോൾ കോപ്പറിന് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണത കുറവാണ് ഹൈഡ്രജനെ അപേക്ഷിച്ച്. അപ്പം നമ്മുടെ SHEയിൽ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ, ആ ഹൈഡ്രജൻ ഗ്യാസിലെ H ആറ്റം ഇലക്ട്രോണെ ലൂസ് ചെയ്ത് അവിടെ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ SHE എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ SHEയിൽ നിന്ന് എങ്ങോട്ട് വരും? കോപ്പറിലേക്ക് വരും. അപ്പോൾ കോപ്പർ
ഇലക്ട്രോഡ് താഴ്ത്തി വെച്ചിരുന്ന സൊല്യൂഷനിലെ കോപ്പർ 2+ അയോൺ ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായിട്ട് റെഡ്യൂസ് ചെയ്യും. ദാറ്റ് മീൻസ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി കോപ്പർ ഇലക്ട്രോഡ്. Therefore, copper electrode acts as the cathode and SHE acts as the anode. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, SHE or standard hydrogen electrode is a reversible electrode. എന്ത് വിളിക്കും? റിവേഴ്സിബിൾ ഇലക്ട്രോഡ്. SHE നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിവേഴ്സിബിൾ ഇലക്ട്രോഡ്. വൈ ഇറ്റ് ഈസ് കോൾഡ് ദ റിവേഴ്സിബിൾ ഇലക്ട്രോഡ്? നമുക്ക് മനസ്സിലായി, ബിക്കോസ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആനോഡ് ആസ് വെൽ ആസ് കാത്തോഡ്. ആനോഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാഥോഡായിട്ടും ആക്ട് ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഓഫ് ദ ഇലക്ട്രോഡ് ബൈ വിച്ച് ഇറ്റ് ഈസ് കപ്പിൾഡ് ടു ഫോം എ സെൽ. ഇതുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് സെല്ലാക്കി മാറ്റുന്ന ഇലക്ട്രോഡ് ഏതാണോ അതിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി അനുസരിച്ച് SHE എന്ന് പറയുന്നത് ആനോഡായിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യാം. എപ്പോഴാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക? നമ്മൾ കപ്പിൾ ചെയ്യുന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ES ഹൈഡ്രജനേക്കാൾ കുറവാണെങ്കിൽ SHE എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ കപ്പിൾ ചെയ്യുന്ന കൺസേൺ മെറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് ഈ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണെങ്കിൽ SHE എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. കാരണം മറ്റേ മെറ്റല് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ്, അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ SHEക്ക് എന്തായിട്ട് ആക്ട് ചെയ്യേണ്ടി വരും? കാഥോഡായിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി, SHE can act both as anode as well as cathode in an electrochemical cell depending upon the electropositivity of the electrode by which it is coupled to form a cell. And that's the reason why we can say standard hydrogen electrode is a reversible electrode. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാമല്ലോ. SHE is called a reversible electrode. Why? SHE ഒരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നു. കാരണം എന്ത്? ഇതിന് ആനോഡായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും, കാഥോഡായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. എവിടെ? ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല്. അത് ഇതുമായിട്ട് കപ്പിൾ ചെയ്യുന്ന എലമെൻ്റ് ഇലക്ട്രോ പോസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ SHE ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു, SHE ആക്ട് ആസ് എൻ ആനോഡ് വെൻ ഇറ്റ് ഈസ് കപ്പിൾഡ് വിത്ത് കോപ്പർ. കോപ്പറുമായിട്ട് കപ്പിൾ ചെയ്യുമ്പോൾ SHE എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താ? കോപ്പർ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞതാണ്. അതുകൊണ്ട് ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണത അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാനുള്ള പ്രവണത കോപ്പറിന് ഹൈഡ്രജനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മുടെ SHE എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാമല്ലോ. സെൽ റെപ്രസെൻറ്റേഷൻ, സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ആനോഡ് എവിടെ എഴുതും? ഇടത്തെ വശം അല്ലേ. കാഥോഡ് എവിടെ എഴുതും? വലത്ത് വശം അല്ലേ. ഇങ്ങനെയല്ലേ പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ ആനോഡ് ആരാ? SHE അല്ലേ. അപ്പം ആനോഡിൽ ഇലക്ട്രോഡ് ആദ്യം എഴുതും. ഇലക്ട്രോഡ് ആരാ? X2 ഗ്യാസ്. കണ്ടീഷൻ അപ്ലൈ, 1 bar പ്രഷർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോഡ് X2 ഗ്യാസ് ആണ്. അപ്പോൾ H2 ഗ്യാസ് ആകുമ്പോൾ ഇലക്ട്രോണെ കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഗ്യാസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിനൊരു സപ്പോർട്ട് വേണമല്ലോ. ആ സപ്പോർട്ടായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഒരു ഇനേർട്ട് മെറ്റൽ അഥവാ പ്ലാറ്റിനം സോളിഡ് അല്ലേ. അപ്പോൾ ഒരു പ്ലാറ്റിനം വയർ നമ്മൾ ഉപയോഗിച്ചു, ഒരു പ്ലാറ്റിനം ഫോയിലൂടെ ഉപയോഗിച്ചു, കോട്ടൺ വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് അല്ലേ. അപ്പോൾ അതുകൂടെ നമ്മൾ ഈ ഇലക്ട്രോഡിൻ്റെ കൂടെ കാണിക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്തുകൂടെ എഴുതി? പ്ലാറ്റിനം സോളിഡ് ബാർ X2 ഗ്യാസ് 1 bar പ്രഷർ. അപ്പോൾ ഇത്രയും എന്തിനെ കാണിക്കും? നമ്മുടെ ഇലക്ട്രോഡിനെ കാണിക്കും. ഈ ഇലക്ട്രോഡ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താ? അത് താഴ്ത്തി വച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ധാരാണ് ഹൈഡ്രജൻ്റെ അയോണുള്ള സൊല്യൂഷൻ, അത് H+ൻ്റെ അയോണുള്ള 1 molar സൊല്യൂഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. അഗെയിൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ നമ്മുടെ ആനോഡ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കാഥോഡ് ആണ് എഴുതുന്നത്. അതെഴുതുമ്പോൾ ഇലക്ട്രോലൈറ്റ് ആദ്യം എഴുതും. നമ്മുടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? കോപ്പർ അല്ലേ. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആരാ? കോപ്പറിൻ്റെ അയോണുള്ള സൊല്യൂഷൻ Cu2+ൻ്റെ 1 molar സൊല്യൂഷൻ, ഫോളോഡ് ബൈ ദി ഇലക്ട്രോഡ്. അതാരാ? കോപ്പർ സോളിഡ്. അഗെയിൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. പിന്നെ both electrolyte solutions are separated by double vertical line. And this is a typical example of a cell reaction in which SHE acts as an anode.
അപ്പം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഒരു സെൽ നൊട്ടേഷൻ അല്ലെങ്കിൽ സെൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എഴുതിയത്. എപ്പോഴും വെൻ ഇറ്റ് ഈസ് കപ്പിൾഡ് വിത്ത് കോപ്പർ. നേരെ മറിച്ച് സിങ്കുമായിട്ടാണ് നമ്മൾ കപ്പിൾ ചെയ്യുന്നത് വിചാരിക്കുക. സിങ്ക് ഹൈഡ്രജനെ അപേക്ഷിച്ച് മോർ ഇലക്ട്രോ പോസിറ്റീവ് അല്ലേ? അപ്പോൾ സിങ്ക് ആയിരിക്കത്തില്ലേ ഇലക്ട്രോണെ ലൂസ് ചെയ്യുക. അപ്പോൾ സിങ്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡ്. അപ്പോൾ SHE ഹൈഡ്രജൻ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡ്. അപ്പോൾ ചോദിക്കാം, റൈറ്റ് ദ സെൽ representation of an electrochemical cell in which standard hydrogen electrode act as cathode. അപ്പോൾ നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ when it is coupled with zinc, SHE act as a cathode. അപ്പോൾ അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ ആനോട് ആദ്യം എഴുതും. ഇവിടുത്തെ ആനോട് ആരാ? സിങ്ക് സോളിഡ്. അത് കഴിഞ്ഞാൽ അത് താഴ്ത്തി വച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്, അതാ സിങ്കിൻ്റെ നയമുള്ള 1 molar സൊല്യൂഷൻ ആണല്ലോ. ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. ഇനി കാഥോഡ് എഴുതുമ്പോൾ കാഥോഡ് ആരാ? അവിടെ SHE ആണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആദ്യം എഴുതും അല്ലേ? ഇലക്ട്രോലൈറ്റ് ആരാ? H+ അയോൺ കോൺസെൻട്രേഷനുള്ള 1 molar സൊല്യൂഷൻ. ഇനി ഇലക്ട്രോഡ് ആരാ? X2 ഗ്യാസ്, 1 bar പ്രഷർ ഇൻ കോണ്ടാക്ട് വിത്ത് പ്ലാറ്റിനം സോളിഡ് അല്ലേ? ഇനി ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. ബോത്ത് ഇലക്ട്രോളിക് സൊല്യൂഷൻസ് ആർ സെപ്പറേറ്റ് ബൈ ഡബിൾ വെർട്ടിക്കൽ ലൈൻ. ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് സെപ്പറേറ്റ് ബൈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. അതുപോലെ ഇവിടെയും നമ്മളൊരു സിംഗിൾ വെർട്ടിക്കൽ ലൈൻ കൊടുക്കും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ സെൽ റെപ്രസെൻറ്റേഷൻ ഇൻ വിച്ച് SHE ആക്ട് ആസ് കാത്തോഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നതിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് വെൻ SHE ഈസ് കപ്പിൾഡ് വിത്ത് സിങ്ക്. അപ്പോൾ സിങ്ക് ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ്, ദെയർഫോർ സിങ്ക് ആക്ട് ആസ് ദി ആനോഡ് ആൻഡ് SHE ആക്ട് ആസ് ദി കാഥോഡ്. ഇങ്ങനെ എല്ലാ എലമെൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അഥവാ E0 വാല്യൂ SHE ഉപയോഗിച്ച് കപ്പിൾ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച ശേഷം നമുക്കിതിനെ ഒന്ന് ക്രമീകരിച്ചൂടെ? അപ്പോൾ ഒന്നുകിൽ അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ നമുക്ക് ക്രമീകരിക്കാം. അങ്ങനെ ക്രമീകരിച്ചാൽ കിട്ടുന്ന സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. എന്താ വിളിക്കുക? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? ദി അറേഞ്ച്മെൻറ്റ് ഓഫ് വേരിയസ് എലമെൻറ്റ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് E0, is called electrochemical series, or this is same as that of activity series. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ക്രമീകരിച്ചാൽ ആക്ടിവിറ്റി സീരീസിനെ പോലെ ഇരിക്കും. കാരണം ആക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിലുള്ളത് റിയാക്ടിവിറ്റി കൂടിയ എലമെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ E0 വാല്യൂയുടെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ E0 വാല്യൂ ലാർജ് നെഗറ്റീവ് അല്ലേ? E0 വാല്യൂ ലാർജ് നെഗറ്റീവ് ആയിട്ടുള്ളത് ഏറ്റവും മേളിൽ വരും. E0 വാല്യൂ ലാർജ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലാർജ് നെഗറ്റീവ്, അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ലാർജ് പോസിറ്റീവ്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയിരിക്കും ഏറ്റവും മേളിൽ വരും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോൾ പറയൂ E0 വാല്യൂ ഇങ്ങനെ കൂടി എന്തായി? ലെസ് നെഗറ്റീവായി 0 ആയി. 0 ആകുമ്പോൾ ആരാണ്? SH ഹൈഡ്രജൻ്റെയാണ്. 0 ആകുമ്പോൾ അത് ഹൈഡ്രജൻ്റെയാണ്. പിന്നെ പോസിറ്റീവ് വാല്യൂ എടുക്കുക. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് വാല്യൂ കൂടി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ എലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ലാർജ് പോസിറ്റീവ് E0 വാല്യൂ, ദാറ്റ് മീൻസ് ലാർജ് ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്, ദെയർഫോർ ദ മിനിമം ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്. അപ്പോൾ എ മെറ്റൽ വിത്ത് മോർ നെഗറ്റീവ് E0 വാല്യൂ ഈസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ എലമെൻ്റെയും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ SHEയുമായി കപ്പിൾ ചെയ്ത് കണ്ടുപിടിച്ച ശേഷം ഇതിനെ ഒന്നുകിൽ ഇൻക്രീസിങ് ഓർഡറിൽ ക്രമീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലും ക്രമീകരിക്കാം. ആ ക്രമീകരണത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ദാറ്റ് മീൻസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓർ E0 വാല്യൂ ഈസ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എ മെറ്റൽ വിത്ത് മോർ നെഗറ്റീവ് E0 വാല്യൂ ഈസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സീരീസ്.
ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ആപ്ലിക്കേഷൻ. ഒരു മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ ദ കമ്പാരിസൺ ഓഫ് ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി എന്നാണ്. ഫോർ ദ കമ്പാരിസൺ ഓഫ് ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി ഓർ ഇലക്ട്രോൺ റിലീസിംഗ് ടെൻഡൻസി. അപ്പോൾ നമുക്കറിയാം E0 വാല്യൂ കുറവാണെങ്കിൽ എന്താണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിലീസിംഗ് ടെൻഡൻസി കൂടുതലാണ്. നമുക്ക് പറയാം ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് E0, lesser will be the electron releasing capacity. എന്താ, lesser will be the electron releasing capacity. കാരണം എന്താ, E0 വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പം ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള പ്രവണത കുറവാണ്. ദാറ്റ് മീൻസ് ലെസർ ഇലക്ട്രോൺ റിലീസിങ് കപ്പാസിറ്റി. അപ്പോൾ പരീക്ഷയ്ക്ക് കുറേ എലമെൻറ്റ് ABCD എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ E0 വാല്യൂ തരും. എന്നിട്ട് ഇലക്ട്രോ പോസിറ്റിവിയുടെ ഇൻക്രീസിങ് ഓർഡർ എഴുതുക, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുക എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഓർഡറിൽ എഴുതും? E0 വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി കൂടുന്നു. അപ്പോൾ ആർക്കാണോ E0 വാല്യൂ ഏറ്റവും കുറവ് ആ എലമെൻറ്റിന് ഇലക്ട്രോൺ റിലീസിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ, E0 വാല്യൂ ഏറ്റവും കുറവാന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവ്, അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അത്രമാത്രം കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോണെ റിലീസ് ചെയ്യാനുള്ള പ്രവണത അത്രമാത്രം കൂടുതലായിരിക്കും. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, ടു കാൽക്കുലേറ്റ് ദ EMF ഓഫ് എ സെൽ, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ഓഫ് എ സെൽ. അത് നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. E cell is equal to E cathode minus E anode അല്ലേ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ E0 സെൽ is equal to E0 of cathode minus E0 of anode. അപ്പം ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അതെന്താ അറ്റാക്ക് ചെയ്യും? കാഥോഡ്. ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ് അതെന്താ അറ്റാക്ക് ചെയ്യും? ആനോഡ്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൽ ഹയർ വാല്യൂ മൈനസ് ദ ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ അല്ലേ? ആ ഡിഫറൻസ് ആണ് എന്ത്? E0 സെൽ. അതുകൊണ്ട് E0 സെൽ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ടു പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. ടു പ്രെഡിക്റ്റ് ദി പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് അത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിൽ പഠിക്കും. ഉദാഹരണത്തിന് അക്വസ് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസ് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ വെള്ളത്തിലല്ലേ സോഡിയം ക്ലോറൈഡ്, അപ്പോൾ ഇലക്ട്രോളിസ് നടക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- അയണുമായിട്ട് മാറും. വാട്ടറിലെ അത് ഇലക്ട്രോളിസ് വിധേയമായി H+ഉം OH- മാറില്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കാറ്റയോൺ ഉണ്ട്, Na+ ഉണ്ട് H+ ഉണ്ട്. അപ്പോൾ കാഥോഡിലേക്ക് പോകുന്നത് ആരാണ്? അപ്പോൾ കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ നടക്കണമെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ആർക്കാണോ അയാളല്ലേ റെഡ്യൂസ് ചെയ്യുക, അതിനല്ലേ അപ്പോൾ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ E0 വാല്യൂ ആർക്കായിരിക്കും കൂടുതൽ? ഹൈഡ്രജനായിരിക്കും കൂടുതൽ. കാരണം എന്താ? സോഡിയം ഹൈലി ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ അതിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് കൂടുതൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പോൾ ആർക്കാണോ E0 വാല്യൂ കൂടുതൽ അതായിരിക്കും കാഥോഡിൽ എന്ത് ചെയ്യുക? ഡിസ്ചാർജ് ചെയ്യുക. കാരണം അതിനായിരിക്കും ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ കുറവ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഏത് ഉപയോഗിക്കാം? എലമെൻ്റ് E0 വാല്യൂ ഉപയോഗിക്കാം. എവിടെ നിന്ന്? ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന്. സോ ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ. എന്താ? ടു പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. എന്താണ്? ടു പ്രെഡിക്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇനി നാലാമത്തെ ആപ്ലിക്കേഷൻ നോക്കിയേ, ടു പ്രെഡിക്റ്റ് വെദർ എ മെറ്റൽ വിൽ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ഒരു മെറ്റലിന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് E0 വാല്യൂ വെച്ച് പറയാൻ പറ്റും ഫ്രം ഇലക്ട്രോ കെമിക്കൽ സീരീസ്. കാരണം എന്താ? നമ്മൾ കൊച്ചു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്. റിയാക്ടിവിറ്റി കൂടിയ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മെറ്റലിന് ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ പെട്ടെന്ന് ഇലക്ട്രോണെ ലൂസ് ചെയ്യും. ആ ലൂസ് ചെയ്യുന്ന ഇലക്ട്രോണെ ആസിഡിലെ H+ അയോൺ ഗെയിൻ ചെയ്ത് എന്തായിട്ട് മാറും? H ആറ്റമായിട്ട് മാറും. അങ്ങനെ H ആറ്റം ചേർന്ന് H2 ഗ്യാസ് ആയിട്ട് പുറത്തു പോകും. അങ്ങനെ നടക്കണമെങ്കിൽ മെറ്റൽ എന്തായിരിക്കണം? ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം, ഇലക്ട്രോൺ ലൂസിങ് ടെൻഡൻസി ഉള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ഏത് എലമെൻ്റെയും E0 വാല്യൂ എന്താണ്? നെഗറ്റീവാണ് അല്ലേ? അപ്പോൾ E0 വാല്യൂ നെഗറ്റീവായിട്ടുള്ള എലമെൻറ്റിന് നമുക്ക് പറയാം
ആസിഡിൽ നിന്ന് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യും.